ഇന്റർനെറ്റിൽ ഞാൻ കണ്ടെത്തുന്ന വിവരങ്ങൾ വിശ്വസിക്കാനാകുമോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇന്റർനെറ്റിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ വിശ്വസിക്കാനാകുമോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഗൂഗിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും സഹായിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുന്നത് ഇന്റർനെറ്റ് എളുപ്പമാക്കുന്നു. ഉദാഹരണത്തിന്, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ടതുപോലെ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കുന്ന സ്കീമുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങളുടെ ബിസിനസ്സിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിലകൾ തിരയാൻ പോലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഞങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കൃഷിരീതികളെക്കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങൾക്കായി ഞാനും എന്റെ കുടുംബവും തിരയുന്നു. ഇത് ഞങ്ങളുടെ വീട് പുറത്ത് കുടുംബത്തിനു വേണ്ടി വളർത്തുന്ന പച്ചക്കറികൾക്ക് ഞങ്ങളെ സഹായിക്കുന്നു. ഞാൻ വിവരങ്ങൾക്കായി തിരയാൻ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ അത് എനിക്ക് ഉപയോഗപ്രദമായേക്കാവുന്ന ധാരാളം രചനകളും വീഡിയോകളും ചിത്രങ്ങളും കാണിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റിലെ എല്ലാ വിവരങ്ങളും സത്യമോ കൃത്യമോ അല്ല. അതിനാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിവരങ്ങൾ തീരുമാനിക്കാൻ എന്നെ സഹായിക്കുന്നതിന് ഞാൻ ചില ഘട്ടങ്ങൾ പിന്തുടരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ ഫോൺ എടുത്ത് താഴെയുള്ള വലിയ ബട്ടൺ അമർത്തിപ്പിടിക്കുക. ഗൂഗിൾ അസിസ്റ്റ് തുറക്കും. എനിക്ക് ആവശ്യമുള്ളതെന്തും ഇന്റർനെറ്റിൽ തിരയേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് മൈക്ക് ബട്ടൺ കാണുന്നുണ്ടോ? ഞാൻ എന്താണ് തിരയുന്നതെന്ന് പറയുമ്പോൾ മൈക്ക് അമർത്തി വിരൽ കൊണ്ട് അമർത്തിപ്പിടിച്ചാൽ മതി. അതുവഴി ഗൂഗിൾ അസിസ്റ്റ് അത് കണ്ടെത്താനാകും. എനിക്ക് താല്പര്യമുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഞാൻ മൈക്ക് അമർത്തി ഉരുളക്കിഴങ്ങിലെ കീടങ്ങളും രോഗങ്ങളും എന്ന് പറയും. ഞാൻ ഉരുളക്കിഴങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി തിരയുകയാണ്. എന്നാൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നോക്കാം. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റ് അത് കണ്ടെത്തി എല്ലാ വിവരങ്ങളും എന്നെ കാണിക്കുന്നു. വായിക്കുന്നതിനേക്കാൾ വീഡിയോകൾ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ മുകളിലുള്ള വീഡിയോകൾ എന്ന വാക്ക് ഞാൻ അമർത്തുന്നു. ഇത് ഇപ്പോൾ എനിക്ക് കൃഷി വീഡിയോകൾ മാത്രം കാണിക്കുന്നു. ഓരോ വീഡിയോയ്ക്കും അടുത്തതായി ആരാണ് വീഡിയോ നിർമ്മിച്ചത് എന്നതിന്റെ പേരും ലോഗോയും എനിക്ക് കാണാൻ കഴിയും. കാർഷിക സർവകലാശാലകളോ ഓർഗനൈസേഷനുകളോ പോലെ ഞാൻ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പേരുകളിൽ നിന്നുള്ള വീഡിയോകൾ അമർത്താൻ ഞാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ പേര് തിരിച്ചറിയാത്തപ്പോൾ പോലും ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നത് ശരിയാണ്. ഈ രീതിയിൽ ഒരുപാട് നല്ല വിവരങ്ങൾ ഞാൻ കണ്ടെത്തി. നിങ്ങൾ കൂടുതൽ വീഡിയോകൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തുകയും അവരുടെ കൂടുതൽ വീഡിയോകൾ കാണുകയും ചെയ്യും. എനിക്ക് സന്തോഷമുള്ള ഒരു വീഡിയോ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യാൻ ഒരു ത്രികോണം പോലെ തോന്നിക്കുന്ന ബട്ടൺ ഞാൻ അമർത്തുക. ഞാൻ ഒരു വീഡിയോ നോക്കിയ ശേഷം അവർ പറയുന്നത് താരതമ്യം ചെയ്യാൻ ഞാൻ തിരികെ പോയി മറ്റു കുറച്ച് വീഡിയോകളിൽ ക്ലിക്ക് ചെയ്യുക. തിരികെ പോകാൻ ഞാൻ ഇടത് അമ്പടയാളം അമർത്തി വീഡിയോകളുടെ ലിസ്റ്റിലേക്ക് തിരികെ പോയി മറ്റൊന്ന് തിരഞ്ഞെടുക്കുക. ഇയാളും ഇതേ ഉപദേശം നൽകുന്നു. പക്ഷേ ഇതൊരു കർഷകനാണ് സംസാരിക്കുന്നത്. അവൻ തന്റെ യഥാർത്ഥ വയൽ കാണിക്കുന്നു. അതിനാൽ എനിക്കിത് ഇഷ്ടമാണ്. എന്റെ ഉരുളക്കിഴങ്ങിലെ കീടങ്ങളും സമാനമായി കാണപ്പെടുന്നു. പല വീഡിയോകളും ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ വിശ്വസനീയവും കൃത്യവുമാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ വ്യക്തമായും തെറ്റായ വിവരങ്ങൾ നിങ്ങളെ കണ്ടെത്തും. ഒരിക്കൽ ഞാനൊരു വീഡിയോ കണ്ടു. കീടങ്ങളെ തടയാൻ നിങ്ങളുടെ ചെടികളിൽ മദ്യമിടുക. അത് സത്യമാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കർഷകനെന്ന നിലയിൽ എങ്ങനെ ജാഗ്രത പാലിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയുമ്പോഴും ഇതുതന്നെയാണ്. സാധ്യതയില്ലെന്ന് തോന്നുന്നതോ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതോ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് അവഗണിക്കുകയും മറ്റൊരു വീഡിയോ കണ്ടെത്തുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ശ്രമിക്കാത്തത്? ഓർക്കുക, പുതിയതെന്തും പഠിക്കുന്നതിന് അല്പം പരിശീലനം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തവണ ഈ വീഡിയോ കാണുക. കൂടാതെ വ്യത്യസ്ത ഘട്ടങ്ങൾ പരീക്ഷിക്കുക. കണ്ടതിനും ആസ്വദിച്ചതിനും നന്ദി.